ദേ രേ രേ നാ രേ നാ ആ. വവ്വക്കുന്ന് ലക്ഷ്മീനാരായണ ക്ഷേത്രം മലിനമാക്കിയിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടല്ലേ അതെ. പരിഹാര പൂജകൾ അടക്കം ചെയ്യുന്നു. നാളെ അതുമായിട്ട് ബന്ധപ്പെട്ട് കലശ പൂജകൾ ചെയ്യാണ് ഭഗവാന് ശക്തി. ഏത് സാഹചര്യത്തിലാണ് ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ കടന്ന ക്ഷേത്രം മലിനമാക്കിയെന്ന് പറയുന്നത്? ക്ഷേത്രത്തില് സ്റ്റാഫായിട്ട് 4 ദിവസത്തിൽ ജോലി ചോദിച്ചു ഇവിടെ വന്നു. 4 ദിവസത്തെ പണി ചെയ്തില്ല. നേരെ മുൻപരിചയമില്ല. അപ്പൊ വേറെ മുൻപരിചയങ്ങളൊന്നുമില്ല. ഒന്നുമില്ല, ഒരു പരിചയമില്ല. വന്ന് വേല ചോദിച്ചു, വേല കൊടുത്തു. 4 അവള് ചെരുപ്പിട്ടുണ്ട് ഇതിനകത്ത് കയറി. ചെരുപ്പിട്ട് ക്ഷേത്ര കാമ്പൗണ്ടി കയറി. അപ്പൊ ഞാൻ ചോദിച്ചത് എവിടെ പോകണമെന്ന്. കാലി കിടക്കുന്നത് തോന്നുന്നു. ചെരുപ്പിലിറങ്ങി വെളിയിലിട്ട് അകത്തുനിന്ന് വെളിയിറങ്ങണം. ക്ഷേത്ര കാമ്പൗണ്ടി ചെരുപ്പിട്ടുണ്ട് കയറിക്കൂടെ നിനക്ക് അറിഞ്ഞൂടെ? അത്തരത്തില് ഈ ഹിന്ദു വിശ്വാസങ്ങൾ അനുസരിച്ച് ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ അല്ലെങ്കിൽ ചെരുപ്പിട്ടുണ്ട് കയറാൻ പാടില്ല. അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അത് അശുദ്ധിയാ, ക്ഷേത്ര അശുദ്ധിയായി. ചൈതന്യത്തെ നശിപ്പിക്കും. കാരണം ചെരുപ്പെന്ന് പറഞ്ഞാൽ എല്ലാ കണ്ടത്തിലും വെള്ളത്തിലും തുണിയിലും എല്ലാം ചവിട്ടുന്ന അതിന് ഇട്ടേണ്ട അകത്ത് കയറുമ്പോൾ ഇതിനകത്ത് പരിശുദ്ധിയാക്കിയിട്ട് ശുദ്ധികലശം ചെയ്തിട്ടായിരുന്നു ഭൂമിയാണ് ഈ മതിൽക്കെട്ടിനകം. കാരണം അത്രയും ശുദ്ധി കയറും. എന്തെല്ലാം പരിഹാരങ്ങളാണ് ഇപ്പോൾ നാളെ കലശ പൂജ നടത്തി ഭഗവാനെ ശുദ്ധീകരണം ചെയ്യണം. എങ്ങനെയാണ് വിശ്വാസികളെ വരുന്ന വിശ്വാസികളെ കലശ പൂജ ചെയ്യുന്ന സമയത്ത് വെളിയിൽ നിർത്തി പൂജ കഴിഞ്ഞതിന് ശേഷം അകത്ത് കയറ്റും. മാറ്റം വരുത്തിയിട്ടുണ്ട്. ഒരു ദിവസത്തേക്ക് ഇത്തിരി മാറ്റം വരും. വലിയ നഷ്ടം. അത്രയും ചെലവ് ഞാൻ വഹിക്കണ്ടേ? 1-2 രൂപ നഷ്ടമല്ലേ ഇത്? ഒരു തന്ത്രിയായി ഒന്ന് കലശം നടത്തുന്ന രൂപ 1-2 അല്ല. അപ്പൊ അതെല്ലാം സഹിച്ച് ചെയ്യുക. കാരണം നമ്മളെ ക്ഷേത്രമാണ് വലുത്. അപ്പൊ അത് ചെയ്തല്ലേ പറ്റൂ. എങ്ങനെയാണ് ഈ ഒരു സംഭവം താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്? ഈ കക്ഷി നടന്നുകൊണ്ട് വരുന്നു. ഞാനിവിടെ അമ്പലത്തിനകത്ത് പണി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാനും പോറ്റിയും വേറെ കുറെ ആളുകളും ഉണ്ട്. ഭക്തരും നിൽക്കുമ്പോഴാണ് ഈ കക്ഷി ഓടിക്കാണുന്നുണ്ടോ ശ്രീ ഇവിടുത്തെ ഒരു സ്റ്റാഫ് 4 ദിവസമേ വന്നിട്ടുള്ളൂ. അവർക്ക് എന്തെങ്കിലും മറ്റു ഉദ്ദേശപരമായി മാന്യവാക്യങ്ങളും ഉദ്ദേശങ്ങളും ഉണ്ടായിരിക്കും. അവർ ക്ഷേത്രം നശിപ്പിക്കണമെന്നുള്ള നിർബന്ധമായിട്ട് അവരില്ലെങ്കിൽ അവർ ചെരിപ്പെട്ടുണ്ട് കയറും. അതുമായി ബന്ധപ്പെട്ട് താങ്കൾ എന്തെങ്കിലും പോലീസ് കംപ്ലൈന്റ് പരാതിപ്പെട്ടിട്ടുണ്ട്? നിയമ നടപടി തന്നെ എടുക്കും. അതിന് വേറെ കാര്യമൊന്നുമില്ല. ശരി. അപ്പോൾ താങ്കൾ പറയുന്നത് വവ്വാക്കുന്ന് ലക്ഷ്മീനാരായണ ക്ഷേത്രത്തിലേക്ക് വിശ്വാസികൾ നാളത്തെ ഒരു ദിവസത്തേക്ക് എത്തേണ്ടതെന്നാണോ? ഒരു ദിവസത്തേക്ക് എത്തിയാലും മതിൽക്കെട്ടിൽ വെളിയിൽ നിൽക്കുക അല്ലേ? എന്തായാലും ശരി. ഇത് വലിയൊരു അറിയിപ്പാണ് ഞങ്ങൾ നൽകുന്നത്. വവ്വാക്കുന്ന് ലക്ഷ്മീനാരായണ ക്ഷേത്രം ഞങ്ങൾ പലപ്പോഴും പറയുന്നതാണ് അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കുന്ന ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ വിശ്വസിച്ചുകൊണ്ട്, ഈ ക്ഷേത്രത്തിൽ മനസ്സർപ്പിച്ചുകൊണ്ട്, ഇവിടുത്തെ വിശ്വാസത്തിൽ ഇവിടുത്തെ അത്ഭുതങ്ങൾ കണ്ടറിയുവാൻ, ഇവിടെ വന്നൊന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടി സംസ്ഥാനത്തിനകത്തും പുറത്തു നിന്നും നിരവധി വിശ്വാസികളാണ് ദിനവും എത്തുന്നത്. അത് ഒരുപക്ഷെ 100 കണക്കിന് അല്ലെങ്കിൽ 1000 കണക്കിന്. അവരൊക്കെ ഈ ക്ഷേത്രത്തിൽ വിശ്വസിച്ച് ഇവിടെ എത്തുമ്പോൾ അറിയേണ്ടത്, ഈ ക്ഷേത്രത്തിനുള്ളിൽ ഒരു ജീവനക്കാരി ചെരുപ്പിട്ട് കയറി ക്ഷേത്രത്തെ മലിനമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പരിഹാര പൂജകളും ചെയ്യുന്നു. ദൂരെ നിന്ന് വരുന്നവർക്ക് ഒരു അറിയിപ്പാണ്. ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾ നടക്കുന്നതിനാൽ ക്ഷേത്ര കോമ്പൗണ്ടിന് പുറത്ത് നിന്ന് മാത്രമേ ഇവിടെ പ്രാർത്ഥിക്കുവാൻ കഴിയുള്ളൂ. അത് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് വരണം. അല്ല എങ്കിൽ നാളത്തെ ഒരു ദിവസം നിങ്ങൾ മാറ്റിവെക്കണം എന്ന് തന്നെയാണല്ലേ? ക്ഷേത്ര ചൈതന്യം നിലനിർത്തുന്നതിനും ക്ഷേത്രത്തിൽ വന്നിട്ടുള്ള ആ മലിനത്തെ മാറ്റി മലിനമുക്തമാക്കുന്നതിനും വേണ്ടി ക്ഷേത്ര പരിഹാര കർമ്മങ്ങൾ. എന്തായാലും ശരി, ക്ഷേത്രത്തെ മലിനമാക്കിയവർക്ക് എതിരെ കർശനമായ നിയമ നടപടിയടക്കം സ്വീകരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ക്യാമറമാൻ ഗൗതം കൃഷ്ണയ്ക്കൊപ്പം രജിത് കാര്യത്തിൽ വിസ്മാനോസ്.